ആ വെള്ളം വന്നിട്ടുണ്ട്, ഒരു 3 റിങ് വന്നിട്ടുണ്ട്. രാവിലെ നമ്മൾ തണ്ണിമത്തൻ തോട്ടം നനക്കാൻ വേണ്ടി വന്നതാണ്. ഏകദേശം ഒരു 3 റിങ്ങിനടുത്ത് വെള്ളം ഇപ്പോൾ കാണുന്നുണ്ട്. തണ്ണിമത്തനൊക്കെ കുഴപ്പമില്ലാത്ത സൈസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ ചെടികൾ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വൈകിട്ടാവുന്ന സമയത്താണ് ഒരു വെയിൽ കൊണ്ട് വാടുന്നത്. പിന്നെ ചില സുഹൃത്തുക്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞ ലീഫ് ഇങ്ങനെ കാണിക്കുന്നത് കറക്റ്റ് വെള്ളം കിട്ടാത്തതുകൊണ്ടുള്ള ഒരു റീസണും പറയുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട്. ഇവിടൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് മുകളിൽ കിടക്കുന്ന ഷമാമൊക്കെ നമ്മൾ കണ്ടിരുന്നു, ഇലകളൊക്കെ വാടി തളർന്നിട്ട്. പക്ഷെ ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇലകളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ യെല്ലോ വെറൈറ്റി തണ്ണിമത്തൻ ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇറാനി വെറൈറ്റിയൊക്കെ നമുക്കിതാ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇറാനി വെറൈറ്റി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ് മുന്നോട്ടുള്ള യാത്ര. വെള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുള്ളത്. രാവിലെ നമ്മൾ മോട്ടർ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. കാരണം ഇന്നലെ ഫിൽറ്ററിൽ ഇടയ്ക്കൊക്കെ കച്ചറ വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിൽറ്റർ ചെറിയൊരു കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചപ്പോൾ കണ്ടില്ലേ, കിണറ്റിലെ വെള്ളത്തിന് കച്ചറ കുറവാണ്, പക്ഷെ എങ്കിലും കച്ചറ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് പമ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. സമയം 8:30 ആവാനായിട്ടുണ്ട്. രാവിലെ നമ്മൾ മോട്ടറിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട്. നമ്മൾ തണ്ണിമത്തൻ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഒരു വള്ളിയിൽ 3 തണ്ണിമത്തം കായ്ക്കുകയാണെങ്കിൽ ആ 3 തണ്ണിമത്തം അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും എന്നുള്ളത്. അതിൽ കൂടുതൽ കായ പിടിക്കുകയാണെങ്കിൽ സൈസ് കുറയാൻ ചാൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വള്ളി നല്ല രീതിയിൽ തിക്കായി ഏരിയ കൂടുതലില്ലാണ്ട്, ആ ഗ്യാപ്പ് കൂടുതലില്ലാണ്ടെങ്കിൽ വള്ളി തിങ്ങി വന്നിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തന് വേണ്ട വളർച്ച ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തന് വേണ്ട രീതിയിൽ വളർച്ച ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. പിന്നെ ഇത് ബോറോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്, ബോറോണിൻ്റെ കുറവുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായതുകൊണ്ടാണ് ചില ഏരിയകളിലൊക്കെ നമ്മുടെ ഇത്തരത്തിൽ മഞ്ഞളിപ്പ് വരാനുള്ളൊരു റീസൺ എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ട് കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ തിരുത്തിയിട്ട് അടുത്ത മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് തിരിച്ച് വിജയകരമായിട്ട് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് തണ്ണിമത്തൻ കാണാൻ പറ്റും. ചിലതിനുള്ളൂ കേട്ടോ, ആ ബോറോണ്ട മാതിരി ഈ തലക്കുണ്ടല്ലോ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം കാണിക്കുന്നത് ചിലതിനുള്ളൂ. അപ്പോൾ തണ്ണിമത്തനൊക്കെ കുഴപ്പമില്ലാതെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇട്ടുള്ള ഈ നാടൻ വെറൈറ്റി തണ്ണിമത്തൻ ജൂബിലി കിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ജൂബിലി കിങ് വെറൈറ്റിക്ക് 70 ദിവസത്തിൻ്റെ മുകളിൽ വരെ ടൈം എടുക്കുന്നുണ്ട് ഇത് പൊട്ടിക്കാൻ, ഹാർവസ്റ്റ് ചെയ്യാൻ. ബാക്കിയുള്ളതിനൊക്കെ ഒരു 60 ദിവസം, 65, 55 ദിവസങ്ങളൊക്കെ മതി എന്ന് പറയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കിണർ നോക്കുന്ന സമയത്ത് ഏകദേശം നമ്മൾ രാവിലെ കണ്ടതിനേക്കായി 2 റിങ് വെള്ളം താഴ്ന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ വെള്ളം പമ്പ് ചെയ്തത്. ഇനി 1 റിങ് വെള്ളമുണ്ട്. അപ്പോൾ ഇനി വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് വീണ്ടും ഒരു 1.5-2 റിങ് വെള്ളം കയറി കിട്ടുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടും നനക്കാനുള്ള സംഭവം റെഡി ആവുമെന്ന് വിചാരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കുളത്തുനിന്ന് വെള്ളം അടിച്ചല്ല, ആ കുളത്തുനിന്ന് വെള്ളം അടിച്ചത് പറ്റുകയാണെങ്കിൽ വൈകിട്ട് എന്ത് ചെയ്യണം, ആ ഫൂട്ട് വാൾവിൻ്റെ അടിയിൽ നമ്മൾ കൊതുക് നെറ്റോ എന്തെങ്കിലും നന്നായിട്ട് കവർ ചെയ്തിട്ട് ചെളി കയറി വരാത്ത രീതിയിൽ, കച്ചറ കയറി വരാത്ത രീതിയിൽ അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമോ ഒന്നുകൂടി ട്രൈ ചെയ്യണം. അതിലിടക്ക് നമ്മൾ കിണർ കുറച്ചും കൂടി താഴ്ത്താനുള്ള പണിക്കാരെ നോക്കുന്നുണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ കിണറുകൾക്കാർക്കാണെങ്കിലും ഭയങ്കര ഡിമാൻഡ് വെച്ചാൽ അവർ ഏറ്റെടുത്ത വർക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും ഒരാഴ്ച കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. കള കണ്ടില്ല വീണ്ടും വന്നിട്ട്. അപ്പോൾ ഉള്ള വെള്ളം ഈ കള വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും വരും. ഇതുവരെ കാര്യങ്ങളൊക്കെ സ്മൂത്താട്ടാ. ഇന്നലെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ച്. അപ്പോൾ ആ ഒരു പേടി ഉള്ളിലുണ്ട്. പെട്ടെന്ന് തന്നെ വൈകാതെ തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മറ്റെന്തെങ്കിലും സൊല്യൂഷൻ കാണണം. കാരണം ഈ ചൂട് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വെള്ളത്തിൻ്റെ അളവാവില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് ഇനിയും താഴ്ന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ ബദൽ സംവിധാനം കാണണം. പിന്നെ ഒക്കെ വഴിയെ കാണാം, എന്താവുന്നുള്ള അറിയില്ലല്ലോ.